നാരായണ നാരായണ നാരായണ. ഓം. ശ്രീമദ് ഭാഗവതം മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം 87-ാമത്തെ അധ്യായം ശ്രുതിഗീത എന്നതിന് പേര്. 34-ാമത്തെ ശ്ലോകം. 21-ാമത്തെ ശ്ലോകമായിട്ട് വേദം ഭഗവാനെ ഉണർത്തുപാട്ട് എന്ന നിലയ്ക്ക് പാടുന്നു. നമ്മുടെ അവബോധ മനസ്സിനെ ജ്ഞാനപ്രകാശം അത് ഈ സ്തുതിയിലൂടെ ലഭിക്കട്ടെ എന്ന രീതിയിലാവും ഇത്ര പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഈ ഭാഗവതത്തിൽ ശ്രുതിഗീത എന്ന പേരിൽ ഭാഷാ വ്യത്യാസത്തോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഒരു വാച്യാർത്ഥം മാത്രം ഇപ്പം നമ്മളതിനെ സ്മരിക്കുന്നു. എത്രയോ ഭാവാർത്ഥങ്ങളുണ്ട്, ആന്തരാർത്ഥങ്ങളുണ്ട്. നോക്കാം. ഓം സ്വജനസുതാത്മജാരധനധാമധരാസുരഥൈ ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോരതയേ ചരതാം സുഖയതി കോന്വിഹ സ്വവിഹദേ സ്വനിരസ്തഭഗേ. നമ്മൾ സ്വതേ ഇവിടെ കെട്ടപ്പെട്ടവരാണ്. പക്ഷേ ജ്ഞാനം കിട്ടിയെങ്കിൽ പിന്നെ ഇതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. സർവരസേ, സർവങ്ങളായിട്ടുള്ള സുഖങ്ങളുടെയും സ്വരൂപമായ ത്വയി, സച്ചിദാനന്ദത്തെ തര ഭഗവാനാണ്. ഈ സച്ചിദാനന്ദം എന്നുള്ളത് എന്താണെന്നുള്ളത് വലിയ പ്രശ്നമാണ്. സത്തും ചിത്തും ആനന്ദം ഉണ്ട്, അതൊന്നും പോരാ. അതിനേക്കാൾ കൂടുതലുണ്ടോ? ഉണ്ട്. എന്താ അത്? ഈ പ്രപഞ്ച വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ തോന്നൽ, അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ശരിക്കും സച്ചിദാനന്ദത്തിൻ്റെ തുടക്കം. നമുക്ക് ഇവിടെയുള്ളതിനെ ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. നാം നമ്മുടേത് എന്ന് കരുതുന്നതൊക്കെ നമുക്ക് മരണസമയത്ത് മാത്രമേ ഉപേക്ഷിക്കാൻ സാധിക്കൂ. അപ്പോഴും ഉപേക്ഷിക്കാതെ നമ്മുടേതായിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട്, ഇതാണ് നമ്മുടെ ഭാവം. അപ്പോൾ ഇത് ഉപേക്ഷിക്കുക എന്നത്, അതുണ്ടായാലേ ഈ സച്ചിദാനന്ദത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. അത് മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ ഭഗവാനിലാണ്. അതാണ് സർവരസേ ത്വയി. ഇനിയോ ശ്രുതയ, ഈ ഭഗവാനെ ആശ്രയിക്കുന്ന, നല്ലോണം ആശ്രയിച്ചിരിക്കുന്നവൻ്റെ ആത്മനി ശ്രയത, അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നതായിട്ടുള്ള ത്വയി ശ്രയത ആത്മനി, അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്ന ആ ജീവാത്മാവിൻ്റെ സതി ഭവിച്ചിരിക്കും. അതിലങ്ങോട്ട് ഉൾപ്പെടുക. അങ്ങനെയാണ് ശ്രേയത എന്നുള്ളതിൻ്റെ അങ്ങോട്ട് പരമാശ്രയം എന്ന് മാത്രമല്ല, അനന്യാശ്രയം എന്ന് മാത്രമല്ല, ഞാൻ അതിൽ പെട്ടിരിക്കുന്നു, എനിക്കിതല്ലാതെ കൊണ്ട് ഇനി വേറെ യാതൊന്നുമില്ല. അങ്ങനെ ഒരു ഭാവത്തിൽ നിരണം. ഈ മനുഷ്യർക്ക് സ്വജനങ്ങൾ, അതിൽ സുത മക്കള്, സ്വതേ മക്കൾ, സ്വതേ ആത്മാവായി പുത്ര എന്നാ പറയുക. അതുകൊണ്ട് സുത ആത്മ. പിന്നെ ധാര ഭാര്യ, ധനം, ധാമം വീട് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, ധര ഭൂമി തൊട്ടുള്ള കാര്യങ്ങൾ, സുരഥൈഹി സ്വജനങ്ങൾ, പുത്രന്മാർ, ദേഹം, ഭാര്യ, സ്വർണം തൊട്ടുള്ള ധനം, ഭവനം, ഭൂമി, പിന്നെ പ്രമാണങ്ങൾ, രഥം കാറ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, വിമാനമായാലും കാറായാലും സ്വന്തം ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുഴുവൻ എല്ലാ തരത്തിൽപ്പെട്ടതും ഇനി എനിക്കെന്തിന്? ഇതി കിം ഫലം ഇതി സത്ത്, അതിനെ, ഈ സത്തിനെ, അജാനതാം അറിയാത്തവരോ മിഥുനത, ഈ മിഥുനീഭവിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് ഈ ഭാര്യ ഭർത്തൃ ബന്ധം, ആ മിഥുനി ഭാവം, അത് അതിൻ്റെ മാക്സിമത്തിൽ പറഞ്ഞു. അത് മാത്രമൊന്നല്ല, ഭക്ഷണങ്ങളെ സ്വീകരിക്കുക, ഇഷ്ടമായിട്ടുള്ള കാഴ്ചകളെ കാണുക, ഇഷ്ടമായത് കേൾക്കുക.
അപ്പോൾ വലിയ ഒരു വ്യത്യാസമാണ് ഈ ഇഷ്ടഭോജ്യങ്ങളെ സ്വീകരിക്കുക. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതായിട്ടെല്ലാം നമ്മളെ ഇവിടെ കൊടുക്കും. അത് യഥാർത്ഥ ജ്ഞാനിക്ക് അങ്ങനെ സംഭവിക്കുകയേ ഇല്ല. ഇതൊക്കെ സ്വീകരിക്കുകയും ചെയ്യും, ഇവിടെ കൊടുക്കൂല. അപ്പോൾ അതുപോലുമില്ല. അങ്ങനെ ഒരു ഭാവത്തിലുള്ള ആളുകളുടെ ഈ നിർഗുണ ഭക്തന്മാരുടെ നിസാരം. അതിൻ്റെ അവസ്ഥ കഴിഞ്ഞ് ഇവിടെ ഉള്ളതുണ്ട്, സ്വീകരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനോടൊരു മമതി അങ്ങനൊന്നും ഇല്ല. ഇനി അത് സാത്വിക ഭക്തിഭാവം. ഇനി അത് കഴിഞ്ഞാൽ അത് വേണം എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അപ്പോൾ രജോ ഗുണമായി. അത് കിട്ടിയേ പറ്റൂ, അത് തമോ ഗുണമായി. അപ്പം ഇങ്ങനെ അറിയാത്തവർ മിഥുനതഃ ഈ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നു. പ്രത്യേകം ഓർമ്മിക്കുക, മിഥുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊലിയാണ് സ്വതേ സ്ത്രീ പുരുഷ ബന്ധം, തൊലിയാണ്. പക്ഷേ ആ സ്പർശസുഖമൊന്നുമല്ല, അത് മാക്സിമത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് രസമാണ്, ജിഹ്വോപസ്ഥം. ജിഹ്വ എന്നുള്ളത് നാവ്. നാവിലെ ഈ രസം, രുചിപ്രധാനമായിട്ടുള്ള എരിയും പുളിയും കൂടുതൽ, മസാല, എരി, പുളി, പ്രത്യേകമായിട്ട് ചില കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷനിൽ കഴിച്ചാൽ വലിയ പ്രശ്നമാവും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. രതിഭാവം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചതിക്കുണ്ടിൽ വല്ലാത്തൊരു ചതിയിലാണ് നമ്മൾ വീഴുക. അപ്പം അങ്ങനെ വരരുത്. അതിനു വേണ്ടിയിട്ട് മിഥുനതഃ രതയെ ഈ സുഖത്തിനായിക്കൊണ്ട് ചരതാം പ്രവർത്തിക്കുന്നു. സ്വവിഹതേ സ്വതേ തന്നെ ഹനിക്കപ്പെട്ടതായിട്ടുള്ള സ്വനിരസ്തഭഗേ സ്വഭാവത്താൽ തന്നെ നിരസിക്കപ്പെട്ടതായിട്ടുള്ള സാരത്തോടു കൂടിയിരിക്കുന്ന ഇഹ ഈ സംസാരത്തിൽ കഹ നു അർത്ഥം സുഖയതി ഏതൊരർത്ഥമാണ് ഈ സുഖത്തിൽ നിന്നും കിട്ടുക. അതായത് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ജിഹ്വോപസ്ഥ ജയം കിട്ടാതെ കണ്ട് ഈ ഊണഴിക്കാനും മറ്റേ ഉണ്ണികളെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ളൊരു ഭാവം, അത് സ്വഭാവത്തിൽ തന്നെ സ്വതവേ നിരസിക്കപ്പെട്ടതായിട്ടുള്ള ഈ സാത്വിക ഭാവം അത് വന്നു ചേരും മർത്യന്. അപ്പം എന്താ ഉണ്ടാവുക? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിടും. ഈശ്വരഭാവം എന്നുള്ളത് പോട്ടെ, ഒരു സേവനഭാവം പോലും ഉണ്ടാവില്ല. ഇത് എനിക്ക് അർഹതയില്ലാത്തതാണ് എന്നൊരറിവ് കിട്ടില്ല, അത്ര അധപ്പതിക്കും. ഇത് അധപ്പതനാണെന്നിട്ട് മനസ്സിലാവൂല. വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാലോ ആ പറഞ്ഞയാൾ തെറ്റുകാരൻ, അത്രയേ ഉള്ളൂ. എനിക്ക് അത്രയേ ഉള്ളൂ. ഒക്കെ ഈ കൈക്കോട്ടിൻ്റെ ജീവനാ. മുഴുവൻ ഞാൻ കൊടുത്താലേ ബാക്കിയുള്ളവർക്കുള്ളൂ. എനിക്ക് ആണ് ഇത് മുഴുവൻ അർഹത എന്ന രീതിയിൽ പെരുമാറും. ഇതാണ്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഇനി അതിൻ്റെ പദച്ഛേദം സ്വജന സുത ആത്മദാര ധാമ ധര അസു രഥൈഹി ത്വയി സതി കിം നൃണാം ശ്രേയതഃ ആത്മനി സർവരസേ ഇതി സത് അജാനതാം മിഥുനതഃ രഥയേ ചരതാം സുഖയതി കഹ നു ഇഹ വിഹതേ സ്വനിരസ്ത ഭഗേ. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടതിനെ എന്താണോ നാം സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കണമില്ല. അതേപോലെ ഈ പാടില്ലാത്തത് അതിനെ കൂടുതലായിട്ട് സ്വീകരിക്കണു, അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കണു, അതിനെ ആശ്രയിക്കണു. രണ്ട് ഭാവമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് നിർഗുണഭക്തി ഭാവം, മറ്റത് സുഖി ഭാവം. സുഖിയിൽ രജസ്തമോ ഗുണങ്ങളുണ്ടാവും. ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തന് ഈ ഇന്ദ്രിയ ജയങ്ങൾ മുഴുവൻ കിട്ടിയ, ശമതമം കിട്ടിയതായിട്ടുള്ള അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ മാക്സിമത്തിലുള്ള ആ ഭഗവാനുമായിട്ടുള്ള ചേരൽ അത് എപ്പോഴും അനുഭവപ്പെടുന്നു. അത് ഇത് മുഴുവൻ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളൊരു ജീവന് മാത്രമേ അത് കിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഈ സ്വാമിഭാവം അവർക്ക് വിഷയമല്ല, ഭാര്യ വിഷയമല്ല, സന്താനങ്ങൾ വിഷയമല്ല, ഭൃത്യന്മാർ വിഷയമല്ല,
ശരീരോ, ഭാര്യമാരോ, ധനോ, ഗൃഹോ, ഭൂസ്വത്തോ, ആരോഗ്യമോ, വാഹനോ, അങ്ങനെയില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിനെ കൂട്ടി വായിച്ചു, അത്രേ ഉള്ളൂ. ഒന്നും അവർക്ക് ഒരു ഉപയോഗവുമില്ല. എന്നാൽ അതൊക്കെ ഉപയോഗിക്കണില്ലേ അവർ? ഉണ്ടേനി. അതെങ്ങനെയാ? അറിയാതെ കണ്ട്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ സത്യത്തെ അംഗീകരിക്കാത്തതായിട്ടുള്ള ചില ആൾക്കാരോ അവർ ഈ മൈഥുനം തേടി പോവും. ആഹാര, നീഹാര, വിഹാര, നിദ്ര, മൈഥുനാദികൾ എന്നാണ് സാധാരണ പറയുക. അപ്പോൾ അതിൽ ഈ ആഹാരം അത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. എത്ര എന്നുള്ളതും എന്ത് എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും മിനിമം എന്നുള്ളതും ഏറ്റവും സാത്വികം എന്നുള്ളതും ശുദ്ധം എന്നുള്ളതും വളരെ പ്രധാനം. കിട്ടിയ ആഹാരത്തെ പകുത്തിട്ട് അത് മാത്രമേ സ്വീകരിക്കാവൂ. അതേപോലെ സന്താനത്തിന് വേണ്ടി മാത്രം ഗൃഹസ്ഥന് ബന്ധപ്പെടാം. അപ്പോൾ സുഖാന്വേഷിയാവില്ല എന്ന് സാരം. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിനുള്ളതാണ് ജീവിതം എന്ന രീതിയിൽ പെരുമാറുന്നവർക്ക് ഈ നിസ്സാരമായിട്ടുള്ള നാശോന്മുഖമായിട്ടുള്ള ഈ പ്രപഞ്ചാംശമായിട്ടുള്ള ഈ ശരീരത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള സന്തോഷത്തെ, മനുഷ്യബുദ്ധി, വിശേഷബുദ്ധി, വിവേകം ഇതിനെ നേടാത്തത് കൊണ്ട് ഈ ജീവിതം വ്യർത്ഥമാക്കിക്കൊണ്ട് എന്ത് സുഖമാണ് ആ ജീവൻ അല്ലെങ്കിൽ ആ ദേഹം കൊണ്ട് ഈ ജീവൻ അനുഭവിക്കുക, നേട്ടം ഉണ്ടാക്കുക. നേടേണ്ടത് എന്താണ്? ഈശ്വരഭാവമാണ്, താതാത്മ്യഭാവമാണ്. അത് നേടാൻ സാധിച്ചില്ലാച്ചാൽ ഈ മർത്ത ശരീരം നഷ്ടമായി. യഥാ സർവേ പ്രമുച്യന്തേ കാമായേസ്യ ഹൃദിശ്രിതാഃ അഥ മർത്യോ മൃതോ ഭവതി അത്ര ബ്രഹ്മ സമശ്നുതേ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ വാക്കാ. ഭഗവാൻ മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നാ. അപ്പോൾ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാന്റെ സാന്നിധ്യം അറിയാതെ കണ്ട് നമ്മൾ കൊണ്ടുവന്നതായിട്ട് സഞ്ചിത പാപങ്ങൾ ആദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാമബാക്കിയും ഈ കർമ്മബാക്കി അത് സഞ്ചിത പാപങ്ങളുടെ ബാക്കിയാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായും ഈ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ ഈ ചിന്താഗതിയുടെ മാറ്റം കൊണ്ടും അത് സംഭവിക്കുകയാണെങ്കിൽ, പൂർണ്ണമായും ഒരാൾ മുഴുവനായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ, ആ ജീവൻ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ അത് മരണമല്ല, ശാശ്വതമായിട്ടുള്ള സച്ചിദാനന്ദത്തെ ലഭിക്കുന്ന ആ മുക്തി പഥത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ആത്മീയ ജീവിതം അത് നിരപേക്ഷ സത്യത്തിലെ യഥാർത്ഥത്തിലുള്ള ആനന്ദത്തെ കൈവരിച്ചുകൊണ്ട് മുക്തിപഥത്തിലേക്ക് എത്തുന്നു. ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു ഭാവമാണ് ഭക്തി. അപ്പോൾ ഭക്തി എന്നുള്ളത് വിനയ, സേവന, ശുശ്രൂഷ, സമർപ്പണ, ഉപകാരം, അന്യോപകാരം, അനന്യ ശരണാഗതി, അങ്ങനെ പലതുമുണ്ട്. ആ ഒരു ഭാവത്തിലേക്ക് ഒരു കാരണവും കൂടാതെ കണ്ട്, ഒരു വ്യവസ്ഥയും വയ്ക്കാതെ കണ്ട് നിരന്തരമായിട്ടുള്ള ഭജനം ചെയ്യുന്ന ഈ ഉദാഹരണത്തിന് എപ്പോഴും ഗോപികമാരെയാണ് പറയുക. അവരെ പോലെ ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി എപ്പോഴും ഈ ഭക്തിഭാവത്തിൽ മാത്രം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സുഖഭോഗാദികളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനിൽ മാത്രം മനസ്സ് ഉറപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ജീവന് വൈരാഗ്യം എന്നുള്ളത് വേറെ ഒരാളിന് കൊടുക്കണ്ട. അവർ വൈരാഗിയായിട്ടേ ജീവിക്കുള്ളൂ. ഭജതോഹി ഭവാൻ സാക്ഷാൽ പരമാനന്ദചിത് ധന ആത്മൈവ കിം അതഃ കൃത്യം തുച്ഛദാര സുതാദിഭി. ശ്രീധരാചാര്യർ ഒടുക്കം അത് പറയാണ്. ഭഗവാനെ ആരാധിക്കുന്നവർക്ക്, പൂജിക്കുന്നവർക്ക്, ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ തന്നെയാണ് സച്ചിദാനന്ദത്തിൻ്റെ ഈ ആധ്യാത്മികമായിട്ടുള്ള മാക്സിമത്തിൽ. അവിടെ ജീവനും പരമാത്മാവും, ജീവാത്മാവും പരമാത്മാവും ഒന്നായി തീരുക എന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നത് അത് ഇതേ ഭഗവാൻ തന്നെയാണ്. അവർക്ക് തുച്ഛമായിട്ടുള്ള ഈ ഭാര്യാപുത്രാദി ധനങ്ങളിൽ എന്ത് കാര്യം ഉണ്ടാവുക? അവർക്ക് അങ്ങനെ ഒരു വിഷയേ ഉണ്ടാവില്ല. അവരങ്ങനൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് സാരം. എന്നാൽ അതൊക്കെ ഈ ഭാവമുള്ളവർക്കും അറിയാതെ കണ്ട് ഇടയിൽ വന്ന് കയറിപ്പോവും. അത് പ്രാരബ്ധം തീർക്കാൻ വേണ്ടി മാത്രമാണ്.
സ്വജന സുതാത്മദാരധനധാമധരാമ സ്വജന സുതാത്മദാരധനധാമധരാ സുരഥൈ ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോരതയേ ചരതാം സുഖയതി കോന്വിഹ സ്വവിഹദേ സ്വനിരസ്തഭഗേ. ആദ്യത്തെ വരി ഒന്ന് മുറിച്ചു തരാം. സ്വജന സുത ആത്മ. അവിടെ സുത ആത്മ എന്നുള്ളത് രണ്ടാക്കണ്ട, ഒന്നാക്കിയാൽ മതി. കാരണം ആത്മാവൈ പുത്ര എന്നുള്ള ഭാവത്തിലാണ്. സുത ആത്മ, ദാര ഭാര്യ, ധനം ധനം തന്നെ, ധാമ ഇരിക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഈ ജീവൻ മനുഷ്യ ശരീരത്തിലാണ്, അതാണ് അതിൻ്റെ ധാമം. അതേപോലെ നമ്മൾ വീട്ടിലാണ്, നമ്മൾ ഗ്രാമത്തിലാണ്, നമ്മൾ പട്ടണത്തിലാണ്, നമ്മൾ ചിലപ്പോൾ ജോലി സ്ഥലമായിട്ട് കടൽ ആവാം. ഇപ്പോൾ കപ്പലിലാണ് ജോലിച്ചാൽ ഒരു 6 മാസം കപ്പലിൽ. അതേപോലെ വിമാനത്തിലാണെന്ന് വെച്ചാൽ 12 മണിക്കൂർ വിമാനത്തിലാണ് ഡ്യൂട്ടി. അപ്പോൾ ആകാശത്താണ്, അത് ധാമാണ്. അപ്പോൾ നമ്മൾ ഭക്തിഭാവത്തിലാണെങ്കിൽ അതാണ് അതിൻ്റെ ധാമം. നമ്മൾ ക്രൂരഭാവത്തിലാണ്, നിഷേധഭാവത്തിലാണ്, തമോ ഗുണത്തിലാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ധാമം. അപ്പോൾ ഈ ധാമം എന്നുള്ളത് ഒരു ഏകം അങ്ങനെ പറയാൻ പറ്റില്ല. വൈകുണ്ഠം ആണ് വിഷ്ണുവിൻ്റെ ലോകം, വിഷ്ണുവിൻ്റെ ധാമം. ഗോലോകം കൃഷ്ണൻ്റെ ധാമം. മണിദ്വീപം അമ്മയുടെ ധാമം. ശ്രീരാമൻ്റെ ധാമം സാന്താനികം. മഹാദേവൻ്റേത് കൈലാസം. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ധാമങ്ങളുണ്ട്. അഷ്ടദിക്പാലകന്മാരുടെ ധാമം അത് വേറെയാണ്. ഇങ്ങനെ ഓരോന്നും. അതേപോലെ ധര ഭൂമി. ഇവിടെ 2 അർത്ഥത്തിലാണ് ഭൂമി. ഒന്ന് നമ്മൾ താമസിക്കുന്ന ഭൂമി, മറ്റത് നമ്മുടെ ഈ ജീവൻ ഈ ഭൂമിയുടെ അംശമായിട്ടുള്ള ശരീരത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഈ ശരീരത്തിൽ പഞ്ചവിഷയങ്ങളുണ്ട്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളുണ്ട്. പൃഥ്വി തേജോ വായു ആകാശം പൂർണ്ണമായിട്ട് ഈ ശരീരത്തിലുണ്ട്. അപ്പോൾ അതേപോലെ സുരഥൈ, ഇതൊരു രഥമായിട്ട് ജീവൻ കണക്കാക്കണം. ഈ ശരീരത്തോടു കൂടിയ ജീവൻ, ഈ ശരീരം നമ്മൾ വാഹനങ്ങളെ രഥമെന്ന് കണക്കാക്കണം. വിമാനമായാലും വേണ്ടില്ല, കപ്പലായാലും വേണ്ടില്ല, കാറായാലും വേണ്ടില്ല. നമ്മൾ വാഹനത്തെ ഇങ്ങനെയുള്ള നമ്മുടേത് അത് മുഴുവൻ നമ്മൾ ഉപേക്ഷിക്കുന്നു എന്നതാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ യഥാർത്ഥ ഭക്തൻ എല്ലാം ഉപേക്ഷിക്കണു. ഭക്തി ഇല്ലാത്തയാൾ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടുന്നു. അത് ഈ 21ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ 34ാമത്തെ ശ്ലോകം. സ്വജന സുതാത്മദാരധനധാമധരാ സുരഥൈ ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോരതയേ ചരതാം സുഖയതി കോന്വിഹ സ്വവിഹദേ സ്വനിരസ്തഭഗേ. കേൾക്കുക, ഷെയർ ചെയ്യുക. ശ്രീ ഹരിനാരായണ.